വേലുപ്പാടം പൗണ്ട് സെന്ററിൽ ശൌചാലയം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ജനകീയ സംരക്ഷണ സമിതി നിവേദനം നൽകി. വരന്തരപ്പള്ളിയിൽ വെച്ച് നടന്ന കേന്ദ്രമന്ത്രിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിലാണ് ജനകീയ സംരക്ഷണ സമിതി മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ നിവേദനം കൈമാറിയത്. പൗണ്ട് സെന്ററിൽ അനുയോജ്യമായ 3 സെന്റ് പഞ്ചായത്തിന്റെ അധീനതയിൽ പുറമ്പോക്ക് സ്ഥലമുണ്ടെന്നും ഈ സ്ഥലം ഉപയോഗിക്കാമെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നിവേദനം. 12-ാം വാർഡും 13-ാം വാർഡും ഉൾപ്പെടുന്ന പൗണ്ട് സെന്ററിലാണ് തൊട്ടടുത്ത സെന്ററിൽ പൗണ്ട് അവിടെയാണ് കച്ചവടം ചെയ്യുന്നത്. അവിടെ കലവറ പ്രാഥമിക ആരോഗ്യത്തിൽ വരുന്ന ആളുകൾ, എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കും പൗണ്ട് വരുന്ന ആളുകൾ, ഈ ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, എല്ലാ പൂപ്പ് തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ശൗചാലയം മൂത്രം ഒഴിക്കാൻ ബസ് അടുത്തിരിക്കുന്ന സ്ഥലമാണ്. ബസ്സുകാർ വരും, ഡ്രൈവർമാർ വരും, ഇവരെ അവരാൻ ചോദിക്കുക എവിടെ മൂത്രം ഞങ്ങൾ എവിടെ കളിച്ചു. പഞ്ചായത്തിൽ പലതവണ ആവശ്യപ്പെട്ടു, എഴുതി കൊടുത്തതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഒഴിഞ്ഞ സ്ഥലം 3 സെന്റ് സ്ഥലമാണ് കിടക്കുന്നുണ്ട്. അത് ശൗചാലയമായിട്ട് പ്രധാനമന്ത്രി എപ്പോഴും ശൗചാലയത്തിന് വേണ്ടി യാതൊരു സംസാരിക്കുന്നതാണ്. അപ്പോൾ സാറിൽ ഇടപെടണം. ഒരു മൂത്രം ഒഴിക്കാൻ എപ്പോഴും അവിടെ മുതിർന്ന ആളുകൾ മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല. വലിയൊരു ദുരിതം അവിടെ അനുഭവിക്കുന്നുണ്ട്. അതിൽ സാർ ഇടപെടണം. ജനകീയ സംരക്ഷണ ഉപയോഗിച്ച നിവേദികളായിരിക്കെതിരെ സംഘടന ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമായിട്ട് ഉത്തരേന്ത്യ ശിവദാസന്റെ അധ്യക്ഷൻ ട്രഷറർ ഒരു സംഘടന ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കൂടി ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാവുന്നത് അതിലെ ജാതി മത രാഷ്ട്രീയ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ റോഡ് അത് 2014 മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് ആരംഭിക്കുന്നുണ്ട്. 25 കിലോമീറ്റർ ദൂരം ചെയ്യുന്നതാണെന്ന് അവിടുത്തെ ആളുകൾ ആ സൈഡിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആവശ്യം മരുന്നോ അതിന് ചികിത്സ കിട്ടാതെ ആളുകൾ പിന്നെ പോകാൻ തൃശ്ശൂരിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഒരുപാട് കുട്ടികളുണ്ടാകും കഷ്ടപ്പെടുന്ന സ്ഥലത്ത്. അവിടെ ചികിത്സ ആരോഗ്യം ഇതിനൊക്കെ എന്താണ് വാർഡ് മെമ്പർമാർ എന്താ ഉത്തരം പറയുന്നത്? ഒരു കാരണവശാലും അവരെ പിന്നെ തുടരാൻ അനുവദിക്കരുത്. മുഖ്യമന്ത്രി അവരുടെ പാർട്ടിയും തുടരാൻ അനുവദിക്കരുത്. ഞാനിത് എങ്ങനെ പറയാതിരിക്കും? ഇത് പറയുന്നതാണ് അവർക്ക് അസുഖം. സമരം എത്ര കാലം നടത്തിക്കൊണ്ടിരിക്കും? ഒരു പഞ്ചായത്തിനെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പഞ്ചായത്ത് അല്ല, എന്റെ കേൾക്കാൻ പറ്റുന്നില്ലേ? ആ പഞ്ചായത്ത് ഈ ശൗചാലയം പണിയാനായിട്ടുള്ള സൗകര്യം ചെയ്ത് തന്നില്ല. അവർ 2 പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ ഓരോ ശൗചാലയങ്ങൾ പണിയുന്നതിന് വേണ്ടി സ്ഥലം പതിച്ചു തരുമോ? അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ നിന്ന് MP ലാഡ്ജിൽ നിന്ന് കൊടുക്കാം. പതിച്ചു തരുമോ? എത്ര 9 പ്രാവശ്യം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സർവകക്ഷി യോഗത്തിൽ 9 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പഞ്ചായത്ത് ഭരണത്തെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല.